Hi, welcome to Sruthi's Maths Tutorial. This is Geometry chapter. This is a revision of a basic concept of geometry. So, I cover the point, line segment, line, ray, plane, and types of lines. Types of lines parallel lines, intersecting lines, perpendicular lines, angle, name of angles, interior and exterior angles. Three cover. That's the point and point എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് പോയിന്റിനെയാണ് ഡോട്ട് ഡിനോട്ട് ചെയ്യുന്നത് പോയിന്റ് ആണ് അപ്പോൾ ഡോട്ട് ഇട്ടിട്ട് പോയിന്റ് എന്താണ് അപ്പോൾ പോയിന്റ് എ അല്ലെ പോയിന്റ് ബി പോയിന്റ് സി നമുക്കിങ്ങനെ റീഡ് ചെയ്യാം അതായത് പോയിന്റിനെ നമ്മൾ പേര് നെയിം ചെയ്യുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഡോട്ടാണ് ഡോട്ട് ഡിനോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് ലൈൻ സെഗ്മെന്റ് നെക്സ്റ്റ് ആണ് ലൈൻ സെഗ്മെന്റ് ലൈൻ സെഗ്മെന്റിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു പോയിന്റ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു ഇത് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലൈൻ സെഗ്മെന്റ് കിട്ടും ലൈൻ സെഗ്മെന്റിൽ എന്താണ് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട് എ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ വേറൊരു പോയിന്റ് പി ക്യൂ പക്ഷെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ക്യാപിറ്റൽ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് തമ്മിൽ ഇതാക്കുമ്പോൾ എന്താണ് രണ്ട് പോയിന്റ് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റിൽ എപ്പോഴും എന്താണ് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട് ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യും ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് എൻ പോയിന്റ് ഇട്ടിട്ട് എ ബി ഇങ്ങനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈൻ സെഗ്മെന്റ് കഴിഞ്ഞു ഇനി അടുത്ത് എന്താണ് ലൈൻ എന്താണെന്ന് നോക്കാം ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ഒരു എൻ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഒരു പോയിന്റ് ഇട്ട് എ എന്ന് പറയുന്ന ഒരു ലൈൻ പോയിന്റ് ഇത് ഇങ്ങനെ ഒരു സൈഡ് എന്താണ് കണ്ടിന്യൂസ് ഇങ്ങനെ ഇതായിട്ടോ ഇങ്ങനെ ഒരു പോയിന്റ് സോറി ലൈൻ സെഗ്മെന്റിൽ അത് റേ ആണ് സോറി ലൈൻ എന്ന് പറയുന്നത് എന്താണ് രണ്ട് സൈഡ് ലൈൻ എൻ പോയിന്റ് ഇല്ല ലൈൻ സെഗ്മെന്റ് ലൈനിൽ എന്താണ് എൻ പോയിന്റ് ഇല്ല ലൈൻ സെഗ്മെന്റിന് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട് പക്ഷെ ലൈനിൽ എൻ പോയിന്റ് ഇല്ല സോറി കേട്ടോ ലൈനിന് എൻ പോയിന്റ്സ് ഇല്ല അത് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും ഇങ്ങനെ ഇട്ടിട്ട് എ ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ലൈൻ ഇപ്പോൾ മനസ്സിലായല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ എൻ പോയിന്റ്സ് ഇല്ല ലൈൻ സെഗ്മെന്റിന് രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട് ലൈനിന് എൻ പോയിന്റ്സ് ഇല്ല അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇനി നമുക്ക് റേ എന്താണെന്ന് നോക്കാം റേയിലാണ് എന്തുള്ളത് റേ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ടോർച്ചിൻ്റെ അകത്തുനിന്ന് വരുന്ന ലൈറ്റ് അതിപ്പോൾ ഒരു പോയിന്റിൻ്റെ അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി സൺലൈറ്റ് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് നമുക്ക് എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ പോയിന്റ്സ് എന്താണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ അതായത് അതിന് ഒരു റേക്ക് ഒരു എൻ പോയിന്റ്സ് ഉണ്ടാവും പിന്നെ എന്താണ് മറ്റത് ലൈൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ പോയിന്റ് എ എന്ന് എടുത്തെടുത്ത് കഴിഞ്ഞാൽ പോയിന്റ് ബി പക്ഷേ ഇതിങ്ങനെ എന്താണ് ഈ എൻ പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പോയിന്റ്സ് ഉണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനെ റേ എന്ന് പറയും ഇപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന റേ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ആക്കിയിട്ട് എ ബി അതായത് ഒരു എൻ പോയിന്റ് മനസ്സിലാകാം ഇതാണ് റേ ഇനി നമുക്ക് പ്ലെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ ബോർഡ് നോക്കിയാൽ എന്താണ് ഈ ബോർഡിൻ്റെ ഈ ഫ്ലാറ്റ് സർഫേസ് അതിനെയാണ് എന്ത് പറയുന്നത് പ്ലെയിൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ടേബിൾ എടുത്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ ബോർഡ് ബുക്കിൻ്റെ ഇത് ഫ്ലാറ്റ് സർഫേസ് അതാണ് പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ലൈൻസ് ഇപ്പോൾ ലൈനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനിയിപ്പോൾ ലൈൻസ് ടൈപ്സ് ഓഫ് ലൈൻസിൽ ഒന്നാമത്താണ് എന്താണ് പാരൽ ലൈൻസ് പാരൽ ലൈൻസ് ഓക്കെ ഇതാണ് പാരൽ ലൈൻസ് ടൈപ്സ് ഓഫ് ലൈൻസിൽ ഒന്നാമത്തെ നമുക്ക് പറയുന്ന പാരൽ ലൈൻസ് എന്താണ് ഇപ്പോൾ പാരലായിട്ട് നമ്മളിപ്പോൾ റോഡിൻ്റെ കേസിലൊക്കെ പറയും ആ റോഡിന് പാരലായിട്ട് വേറൊരു റോഡ് ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പറയും ഇല്ല പ്രശ്നമില്ല ഇതിന് പാരലായിട്ട് വേറൊരു റോഡ് അപ്പുറത്തുണ്ട് നിങ്ങൾ അതിലെ പോയാലും മതി എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ഈക്വലായിട്ട് വേറൊരു ലൈൻ അതിനെയാണ് പാരൽ ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്തു ഇതിന് പാരലായിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് പി
ക്യൂ. ഇതെന്താണ് എ ബിക്ക് പാരലായിട്ടുള്ള ലൈനാണ് പി ക്യൂ. അതായത് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നൊന്നും ടച്ച് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എന്താണ് അതിന് ഈക്വലായിട്ട് അതേ ഇതിൽ തന്നെ എന്താണ് വേറൊരു ലൈൻ, അതിനെയാണ് പാരൽ ലൈൻ എന്നാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ പറയാം, എ ബി എന്ന് എഴുതിയിട്ട് പാരൽ ലൈനെ നമുക്ക് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പാരൽ ലൈൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്നത് രണ്ട് ലൈനുകൾ തമ്മിൽ, അതായത് ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ലൈന്, അതിൻ്റെ മുകളിൽ തന്നെ വേറൊരു പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ. അപ്പോൾ എന്താണ് ഇത് രണ്ട്, ഈ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ബി ക്യൂ എന്ന് പറയുന്ന വേറെ ലൈൻ പോകുന്നുണ്ട്. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് രണ്ട് ലൈനും കൂടെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത്. എന്താണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഇപ്പോൾ പാരലൽ ലൈൻസ് കഴിഞ്ഞു, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് കഴിഞ്ഞു, അടുത്തതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ലൈന് പോവുകയാണ്, ഇവിടെ ഒരു ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു ലൈന് കൊടുത്തു, എന്താണ് പി ക്യൂ ലൈൻ എടുത്തു. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഒരു ആംഗിൾസ് എന്താവുന്നുണ്ട് അല്ലേ. എ ബി എന്ന് പറയുന്ന ലൈൻസ് എന്താണ്, ഇതിനിവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ആംഗിൾസ് പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസിനെ എന്ത് പറയും, പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയും. അതിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുക. അതായത് എ ബി പെർപെൻഡിക്കുലർ ടു പി ക്യൂ ഇങ്ങനെ പറയും. ഇതിനെ റീഡ് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത് ആംഗിൾസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിലും വരയ്ക്കുകയാണെങ്കിലും എന്താണ് ഇവിടെ ഒരു ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ആംഗിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, രണ്ട് റേസ്. ഇപ്പോൾ റേ എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. ആ എൻഡ് പോയിന്റിൽ നിന്ന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് റേസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ എന്താണ് എ എന്ന് പറയുന്നത്, ബി ഒരു സി എന്ന് പറയുന്ന ഒരു ലൈൻ. ഇപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈനും ഒരു വേറൊരു എ സി എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്, ആംഗിൾസ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് റേസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ഒരു ആംഗിൾ ഒരു കോമൺ പോയിന്റിൽ അത് രണ്ട് റേസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് റേസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു പോയിന്റിലാണ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത്. എന്താണ് വെർട്ടെക്സ്, അതായത് ആ കോമൺ പോയിന്റ് രണ്ട് റേസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ കോമൺ പോയിന്റിന് നമ്മൾ എന്ത് പറയും, വെർട്ടെക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആംഗിൾ വന്നു ഇവിടെ. അപ്പോൾ ആംഗിൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആംഗിൾ ബി എ സി എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എന്തുകൊണ്ട് നമുക്ക് എ ബി സി അല്ലെങ്കിൽ എ ബി സി എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ആംഗിൾസ് ഇവിടെയാണുള്ളത്, നമ്മൾ കോമൺ പോയിന്റ് ഇവിടെയുള്ളത്. അപ്പോൾ കോമൺ പോയിന്റ് എപ്പോഴും എന്താണ് നമ്മൾ മിഡിലാക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് ബി എ സി എന്ന് പറയുമ്പോൾ ആംഗിൾ കോമൺ വെർട്ടെക്സ് ഇവിടെയല്ലേ വരുന്നത്. പിന്നെ ഇതിനെ നമുക്ക് തിരിച്ചും പറയാം, ഇതിനെ വേറെ വിധത്തിൽ എന്ത് പറയാം, ആംഗിൾ സി എ ബി എന്ന് പറയാം. ഇത് പറയാം സി എ ബി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക, നമുക്ക് ഈ നടുവിലുള്ള ഇതിനെയാണ് നമ്മൾ ഇവിടെയാണ് വെർട്ടെക്സ് ഇടുക. വെർട്ടെക്സ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് റേസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആ പോയിന്റിൽ അതിനെയാണ് ഇത് പറയുന്നത് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ആംഗിൾസിലുള്ള വെർട്ടെക്സ് ആണ്. ഇപ്പോൾ ആംഗിൾസ് എന്താണെന്ന് വെച്ചാൽ നെയിമേഴ്സ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ആംഗിൾസിൽ തന്നെ ഇൻറ്റീരിയർ ആംഗിളും ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ഇൻറ്റീരിയർ എന്നും എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ
നമ്മളിവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ആംഗിൾ വരച്ച് ABC. അപ്പോൾ ഇതിലേതാണ് വെർട്ടെക്സ് വരുന്നത്? B ആണ് വരുന്നത്. കാരണം ഈ പോയിന്റ് ഇട്ടത് ഈ കോമൺ പോയിന്റിന് നമുക്ക് B എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് B ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു പോയിന്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് P എന്നുള്ള പോയിന്റ് എടുത്തു, ഇവിടെ Q എന്നുള്ള പോയിന്റ് എടുത്തു. അപ്പോൾ എന്താണ് P Qയും വരുമ്പോൾ എന്താണ് ഈ P എന്ന് പറയുന്നത് എന്താണ് ഈ ആംഗിൾസിൻ്റെ ഉള്ളിൽ, ഈ ആംഗിൾസിൻ്റെ ഉള്ളിലാണ് ഈ പോയിന്റ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ് ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ഇതെന്താണ് ഇൻറ്റീരിയർ പോയിന്റ് എന്താണ് പോയിന്റ് P ആണ്. ഇൻറ്റീരിയർ പോയിന്റ് ഈക്വൽ ടു ഇവിടെ വരുന്ന ഇൻറ്റീരിയർ എന്താണ് P ആണ് വരുന്നത്. നമുക്ക് ഈ Q എന്ന് പറയുന്നത് ഈ ആംഗിൾസിൻ്റെ ഔട്ട് സൈഡ് ആണ്. സോ അതിനെ നമ്മൾ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റീരിയർ പോയിന്റ് എന്താണ് ഇതിൽ വരുന്നത്? ഈക്വൽ ടു Q. ഇത് ഈ രണ്ട് റേസ് തമ്മിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ആയി. ഇപ്പോൾ ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എന്താണ് ഇതിൻ്റെ അതിനു മുമ്പ് ഈ ലൈൻ ഏതത് B എന്ന് പറയുന്ന ഈ ലൈൻ എന്താണ് ആംസ് ഓഫ് ദ ആംഗിളാണ്. ആംസ് ഓഫ് ദ ആംഗിൾ അത് കൈകളില്ലേ, നമ്മളിപ്പോൾ രണ്ട് കൈകളെ പോലെ. അപ്പോൾ ഇതെന്താണ് B എന്ന് പറയുന്നതും BC എന്ന് പറയുന്നത് ആംഗിൾ ABCയുടെ ആംസ് ആണ്. എന്താണ് ആംസ്. അപ്പോൾ B എന്ന് പറയുന്ന ആംഗിള്, B എന്ന് പറയുന്ന ആംസും BC എന്ന് പറയുന്ന ആംസും. അപ്പം ഇപ്പോൾ വേറൊരു പോയിന്റ് എടുക്കുകയാണ് നമ്മൾ, RS എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു R എന്നുള്ള പോയിന്റ്, ഇതിൻ്റെ അകത്തൊരു S എന്നുള്ള പോയിന്റ് എടുത്തു. ഈ RUം Sഉം എക്സ്റ്റീരിയറും അല്ല ഇൻറ്റീരിയറും അല്ല. കാരണം എന്താണ് ആ പോയിന്റ് വരുന്നത് എന്താണ് ആംസിൻ്റെ മുകളിലാണ് വരുന്നത്. ഈ ആംഗിൾസിൻ്റെ ആംസിൻ്റെ മുകളിലല്ല വരുന്നത്. അത് ഉള്ളിലുമല്ല പുറത്തുമല്ല. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്റ്റീരിയർ പോയിന്റ് ആയിട്ടും ഇൻറ്റീരിയർ പോയിന്റ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം ഉള്ളിലാണെങ്കിൽ ഇപ്പം D ഓൾറെഡി കൊടുത്തുണ്ട്. D എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയും. ഇപ്പം നമ്മളിവിടെ എന്താണ് L, ഇവിടെ ഒരു L എന്നിട്ട് ഇത് ആംഗിളിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്റ്റീരിയർ പോയിന്റ് ആയിട്ടും ഇതിനെ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അതേസമയം ഈ ആംസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എന്താണ് ഇത് ഇൻറ്റീരിയർ പോയിന്റും അല്ല എക്സ്റ്റീരിയർ പോയിന്റും അല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ജോമെട്രിയിൽ ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ കവർ ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് എന്താണെന്നുള്ള പഠിക്കാം. അതിൻ്റെ പിന്നെ സർക്കിൾസ്, പോളിഗൺസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഷേപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ആയിട്ട് വരാം. ബൈ.